path function and path and point function. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പാത്ത് ഫംഗ്ഷൻ എന്താണ്, പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്? എനി ഐഡിയ? ഇല്ല. പാത്ത് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു പ്രോപ്പർട്ടി പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, പ്രഷർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എനിക്ക് 1 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, 2 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഓക്കെ, 1 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേണ്ട പ്രഷർ വേണ്ട, വർക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി 1 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഈ 2 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് നിങ്ങളുടെ വീടാണെന്നിരിക്കട്ടെ, യുവർ ഹൗസ്. ഇത് നമ്മുടെ കോളേജ് എന്നിരിക്കട്ടെ. ഈ സിമ്പിൾ എക്സാമ്പിൾ പറയുവാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് കോളേജിലോട്ട് വരുന്നു, ഹൗസ് ടു കോളേജ് വരുന്നു, ഇങ്ങനെ വരുന്നു. ഒന്നാമത്തെ പാത്ത്, സെക്കൻഡ് പാത്ത് ഇങ്ങനെ വരുന്നു, തേർഡ് പാത്ത് ഇങ്ങനെ വരുന്നു, ഫോർത്ത് പാത്ത് കൊണ്ട് ഇങ്ങനെ വരുന്നു, ഫിഫ്ത്ത് പാത്ത് കൊണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നു. ആണോ? ഓരോ പാത്തിലും എന്തായിരിക്കും, ഓരോ പാത്തിലും 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഹൗസിൽ നിന്ന് 2 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ കോളേജിലോട്ട് വരാൻ വേണ്ടി ഡിഫറെൻറ്റ് പാത്ത് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് റൂട്ടാണ് കേട്ടോ. നമ്മുടെ ഫിസിക്കൽ സെൻസ് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് റൂട്ട്സ് അവൈലബിൾ ആണ്. ഓരോ റൂട്ടിൽ വരുമ്പോഴും അതിനെടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും, ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളുടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആണോ? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഈ ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോകാമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പെട്രോൾ മാത്രം ചിലവഴിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ദ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി path through which the system travels from one state to another phase. ഒരു സ്റ്റേറ്റിൽ നിന്ന് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ അത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്നവരാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവും? ഫിസിക്കൽ എക്സാമ്പിൾ പറഞ്ഞത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? അതായത് ഞാൻ ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതാണ് പോയിൻ്റ് 1 എന്നിരിക്കട്ടെ, നമ്മുടെ കോളേജാണ് പോയിൻ്റ് 2 എന്നിരിക്കട്ടെ. അപ്പോൾ വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോകാൻ വേണ്ടി പല പാത്തുണ്ട്. ഇതൊരു പാത്ത്, ഇത് വേറൊരു പാത്ത്, ഇത് വേറൊരു പാത്ത്, ഇത് വേറൊരു പാത്ത്, ഇത് വേറൊരു പാത്ത്, അങ്ങനെ പല പാത്തുണ്ട്. അപ്പോൾ ഓരോ പാത്തിൽ കൂടെ പോകുമ്പോഴും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് അവിടെ ആ സ്പെൻഡ് ചെയ്യേണ്ട പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി? നമ്മൾ വർക്കല്ലേ, സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യില്ലേ, നമ്മൾ കൂടുതൽ പെട്രോൾ ചിലവാക്കുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ വർക്ക് എന്ന് പറയുമ്പം ഇപ്പോൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുവാണ്? ആ പ്രോപ്പർട്ടി വർക്കിൻ്റെ ആ വാല്യൂ എന്ന് പറയുമ്പം ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ പോകുന്ന പാത്തിന് അല്ലെ സിസ്റ്റം കടന്നു പോകുന്ന പാത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ? ആണോ? അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വർക്ക് ഒരു പാത്ത് ഫംഗ്ഷനാണോ? മനസ്സിലായില്ലേ? വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ അല്ലേ? അതെ, വർക്ക് ഒരു പാത്ത് ഫംഗ്ഷനാണ്. മനസ്സിലായോ? ഓക്കെ, അതായത് ഇനി നമ്മൾ ചില പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള നമുക്ക് തെർമോഡൈനാമിക്സിനകത്ത് ബാക്കി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രഷർ ഒരു പ്രോപ്പർട്ടിയാണ്, വോളിയം ഒരു പ്രോപ്പർട്ടിയാണ്, ടെമ്പറേച്ചർ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത്
നമ്മളൊരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ സിസ്റ്റം ഇവിടെ പ്രഷറാണ്, ഇവിടെ വോളിയമാണ്. സിസ്റ്റം ഈ 1 എന്ന് പറഞ്ഞ പോയിൻ്റ്, 2 എന്ന് പറഞ്ഞ പോയിൻ്റ്, ഈ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് 2 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് 3 പാത്തിൽ കൂടെ പോവാണ്. ഇത് എ എന്ന് പറഞ്ഞ പാത്ത്, ഇത് ബി എന്ന് പറഞ്ഞ പാത്ത്, ഇത് സി എന്ന് പറയുന്ന പാത്ത്. 3 പാത്തിൽ കൂടെ പോവാം. എ എന്ന് പറയുന്ന പാത്ത്, ബി എന്ന് പറയുന്ന പാത്ത്, സി എന്ന് പറയുന്ന പാത്ത്. ഈ 3 പാത്തിൽ കൂടെ പോകുമ്പോഴും വർക്കിനെ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എ എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോഴുള്ള വർക്ക് ആയിരിക്കത്തില്ല ബി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോഴുള്ള വർക്ക്. ആണോ? ബി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോഴുള്ള വർക്ക് ആയിരിക്കത്തില്ല സി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോൾ വർക്ക്. അപ്പം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷനാണ്. ആണോ? വർക്ക് എന്ത് ഫംഗ്ഷനാണ്? കേട്ടില്ല. എന്താണ്? കേട്ടില്ല. എന്താ പറഞ്ഞത്? ഓക്കെ, പാത്ത് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ്. അത് ഈ ലാസ്റ്റ് അവർ ഭയങ്കര പ്രശ്നമാണല്ലോ. ലാസ്റ്റ് അവർ എന്നും വോയിസ് ബ്രേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല, ലാസ്റ്റ് അവർ ഞാൻ ആർക്കൊക്കെ എടുക്കുന്നുണ്ട് അവർക്കെല്ലാം വോയിസ് ബ്രേക്ക് വരും. ഞാനൊന്ന് എക്സിറ്റ് ആയിട്ട് കയറാം. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക. അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്സ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് പോയിന്റ് ഫംഗ്ഷൻ. മനസ്സിലായല്ലേ? പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 3 പാത്തുണ്ട്. എ എന്ന് പറയുന്ന പാത്ത്, ബി എന്ന് പറയുന്ന പാത്ത്, സി എന്ന് പറയുന്ന പാത്ത്. ഈ 3 പാത്തിൽ കൂടെ കടന്നു പോയാലും പക്ഷെ അതൊന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇനിഷ്യൽ പാത്തിനെയും ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നവരാണ് പോയിന്റ് ഫംഗ്ഷൻ. അതിന് എക്സാമ്പിൾസ് ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. മനസ്സിലായോ? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേടാ നോക്ക്, ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാം. വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എടുക്കാൻ പോവാം. 1B2 എന്ന് പറയുന്ന പാത്തിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. 1 നിന്ന് 2 എത്തുന്നത് ബി കൂടാണ് നമ്മൾ വരുന്നത്. അടുത്തത് 1 നിന്ന് 2 എത്തുന്നത് എ കൂടെ വരുന്നത്. അടുത്ത 1 നിന്ന് 2 എത്തുന്നത് സി കൂടെ വരുന്നത്. ഈ 3 പാത്തിൽ കൂടെ വരുമ്പോഴും ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും 1 to 2 കിട്ടുന്നത്. കണ്ടോ? 1 to 2 എന്ന് പറയുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെയുള്ള വർക്ക് ആയിരിക്കത്തില്ല ഇവിടെയുള്ള വർക്ക്, ഇവിടെയുള്ള വർക്ക് ആയിരിക്കത്തില്ല ഇവിടെയുള്ള വർക്ക്. ഡിഫറൻറ്റ് വർക്ക് ആയിരിക്കും കിട്ടുന്നത്. 1 നിന്ന് 2 പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻറ്റ് പാത്തിൽ കൂടെ പോകാന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് വർക്ക് കിട്ടും. ബിക്കോസ് വർക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ത്രൂ വിച്ച് സിസ്റ്റം ഫോളോഡ്. സിസ്റ്റം കടന്നു പോയ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂസ് വരുന്നത്. അതുകൊണ്ട് വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. അതിനകത്ത് പാത്ത് ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. പക്ഷേ സം പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഈ വക പ്രോപ്പർട്ടീസ് ഒരിക്കലും ഏത് പാത്തു കൂടെ കടന്നു പോകുന്നത് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. അതുകൊണ്ട് ഈ പോയിൻറ്റ്സ് എല്ലാം, ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് പോയിൻ്റ് ഫംഗ്ഷനായിട്ട് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഇനി ഒരു സൈക്ലിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് സ്റ്റേറ്റ് പറഞ്ഞു, പ്രോസസ്സ് പറഞ്ഞു, സൈക്കിൾ പറഞ്ഞു. ആണോ? എന്തായിരുന്നു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ? എന്താണ്? ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ കോർഡിനേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പോയിന്റിനെ പറയുന്നതാണ് സ്റ്റേറ്റ്, അല്ലേ? P1, B1, T1 എന്നൊക്കെ പറയാൻ പറ്റുന്ന കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ്സിനെ പറയുന്നപ്പോഴാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്താണ്? വാട്ട് ഈസ് പ്രോസസ്സ്? P1, B1, T1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി, P1, T1 ഇത് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ഇത് എങ്ങോട്ട് പോകുന്നു? 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകുന്നു. അവിടുത്തെ പ്രോപ്പർട്ടീസ് P2, V2, T2 ആണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമ്മുടെ സിസ്റ്റം ഒരു പ്രോസസ്സിന് വിധേയമായെന്ന് പറയാം. അണ്ടർഗോൺ
അണ്ടർഗോൺ എ പ്രോസസ്സ്. അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 2-ലെത്തി പിന്നെ തിരിച്ച് എവിടെ തന്നെ വരണം? തിരിച്ച് ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ വരണം. അതായത് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, സൈക്കിളിൻ്റെ പ്രത്യേകം എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണ്. ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേന് ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ എൻഡ് ചെയ്ത് വന്ന് നിൽക്കണം. ആണല്ലോ? ആണോ? അപ്പോൾ പോയിന്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ വാല്യൂ അടുത്ത എഴുതാൻ പറയാൻ പോവാണ്. വാല്യൂ ഓഫ് പാത്ത് ഫംഗ്ഷൻ, ഇതെല്ലാം കൂടെ എഴുതി പോക്കോണേ. വാല്യൂ ഓഫ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ ഇൻ എ സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ എന്താണ്? ഇതാണ് പ്രഷർ, ഇതാണ് വോളിയം. ഓക്കെ, സിസ്റ്റം ഇനിഷ്യലി 1-ലായിരുന്നു, 2-ലെത്തി, തിരിച്ച് 1-ൽ വരുന്നു. ഓക്കെ, സിസ്റ്റം. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താണ്? P1 V1 T1. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്താണ്? P2 V2 T2 ആണല്ലോ. ഇവിടുത്തെ വർക്ക് എന്താണ്? വർക്ക് ഡൺ വൺ സിസ്റ്റം മൂവ്സ് ഫ്രം 1 to 2. ഇതെന്താണ്? വർക്ക് ഡൺ വൺ ദ സിസ്റ്റം മൂവ്സ് ഫ്രം 2 to 1. അപ്പോൾ ഒരിക്കലും 1 to 2 ആയിരിക്കത്തില്ല 2 to 1 കേട്ടോ. ഒരിക്കലും വർക്ക് ഡൺ വൺ ദ സിസ്റ്റം ഫ്രം 1 to 2 ആയിരിക്കത്തില്ല 2 to 1 കേട്ടോ. അത് ഓർത്ത് വെക്കുക. പക്ഷേ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ സൈക്ലിക് പ്രോസസ്സിനകത്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരേ വാല്യൂസ് അല്ലേ വരുന്നത്? ഇപ്പോൾ സൈക്ലിക് പ്രോസസ്സിനകത്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരേ വാല്യൂസ് അല്ലേ വരുന്നത്? ആണോ? സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരേ വാല്യൂസ് അല്ലേ വരുന്നത്? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് P1 ആണെന്നുണ്ടെങ്കിൽ എൻഡിങ് എന്തുമായിരിക്കും? P1 തന്നെ ആയിരിക്കും. ആണോ? ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് സ്റ്റാർട്ടിങ് V1 ആണെന്നുണ്ടെങ്കിൽ എൻഡിങ് എന്തുമായിരിക്കും? V1 ആയിരിക്കും. ഒരു സൈക്ലിക് പ്രോസസ് സ്റ്റാർട്ടിങ് T1 ആണെന്നുണ്ടെങ്കിൽ എൻഡിങ് എന്ത് തന്നെ ആയിരിക്കും? T1 തന്നെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇത് എവിടെ മാത്രമേ ഉള്ളൂ? സൈക്ലിക് പ്രോസസ്സിനകത്ത് മാത്രം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ചേഞ്ച് എന്തുമായിരിക്കും? ചേഞ്ച് എന്തുമായിരിക്കും? ചേഞ്ച് 0 ആയിരിക്കും. എപ്പോൾ? ഓവർ എ സൈക്ലിക് പ്രോസസ്സ്. ഇതാണ് സൈക്ലിക് പ്രോസസ്സിൻ്റെ സിമ്പിൾ കേട്ടോ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇൻ്റഗ്രലിൻ്റെ പുറത്ത് ഒരു സർക്കിൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? സൈക്ലിക് പ്രോസസ്സാണ് അതിൻ്റെ അർത്ഥം. ഇൻ്റഗ്രലിൻ്റെ പുറത്ത് ഒരു സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു സൈക്ലിക് പ്രോസസ്സാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് dpയുടെ ഇൻ്റഗ്രൽ 0 ആണ്. ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് dvയുടെ ഇൻ്റഗ്രൽ 0 ആണ്. ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് dtയുടെ ഇൻ്റഗ്രൽ 0 ആണ്. ആണോ? പറയാമോ എനിക്കിങ്ങനെ? എനിക്കിങ്ങനെ പറയാമോ? ഇതെല്ലാം ബേസാണ് കേട്ടോ. ഞാൻ ഇനി അടുത്തടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേന് ഫോർ എ സൈക്ലിക് പ്രോസസ്സ് ഇൻ്റഗ്രൽ dp = 0 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സൈക്ലിക് പ്രോസസ്സിനകത്ത് ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താണ്?
സെയിം ആണ്. അതുകൊണ്ട് അവരുടെ ആ പ്രോപ്പർട്ടിയുടെ ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം, ഫോർ എ സൈക്ലിക് പ്രോസസ്സ്, അതായത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി പി ഡി വി ഡി ടി ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വർക്ക് ട്രാൻസ്ഫർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ആണ്. അതിനകത്ത് ഫസ്റ്റ് വർക്ക് ട്രാൻസ്ഫർ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 കാര്യങ്ങൾ ഇടയ്ക്ക് കയറി പഠിച്ചു. പോയിന്റ് ഫംഗ്ഷൻ എന്താണ്, പാത്ത് ഫംഗ്ഷൻ എന്താണ്, സൈക്ലിക് പ്രോസസ്സ് എന്താണ്, സൈക്ലിക് പ്രോസസ്സിൻ്റെ ഇൻ്റഗ്രൽ എന്തൊക്കെ 0 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് പോകാം. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? പി ഡി വി വർക്ക് ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് പ്രഷർ, സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് വോളിയം, തേർഡ് വൺ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് ഫോർത്ത് വൺ പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. 4 ടൈപ്പ് വർക്കാണ് കോൺസ്റ്റന്റ് പി ഡി വി വർക്കിനകത്ത് വരുന്നത്. അപ്പോൾ പി ഡി വി വർക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടെസ്റ്റ് മുന്നേ പറഞ്ഞായിരുന്നു. എന്താണ് പി ഡി വി വർക്ക് എന്ന് പറയുമ്പം വർക്ക് ഡൺ അല്ലേ, ഡി ഡബ്ല്യു 1 to 2 ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, V1 to V2 പി ഡി വി എന്നല്ലേ പറഞ്ഞത്, ആണോ? ഇതിനെ നമുക്ക് വേറെ എങ്ങനെ എഴുതാം, വർക്ക് ഡൺ വൺ ദ സിസ്റ്റം മൂവ്സ് ഫ്രം പോയിന്റ് 1 to point 2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി എന്നല്ലേ പറഞ്ഞത്, ആണോ? യെസ് ഓർ നോ? ഇങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഫൈനൽ ഒരു കാര്യം പറഞ്ഞു, ഇൻ്റഗ്രൽ 1 to 2 വർക്ക് ഡൺ ഫ്രം ദ സിസ്റ്റം മൂവ്സ് ഫ്രം 1 to 2 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1 എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സ് എന്തായിരിക്കണം, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പി ഡി വി വർക്ക് ക്വാസി സ്റ്റാറ്റിക് ആന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഓക്കെ ഇഫ് നോട്ട് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1 to 2 എന്ന് പറയുന്ന വർക്ക് നോട്ട് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1. അതാണ് മനസ്സിലായില്ലേ? ക്വാസി സ്റ്റാറ്റിക് ആണെങ്കിൽ മാത്രമേ സിസ്റ്റം ചെയ്യുന്ന വർക്ക് 1 to 2, 1ൽ നിന്ന് 2 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1 നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ല, ഈസ് നോട്ട് ക്വാസി സ്റ്റാറ്റിക് ദെൻ ദ വർക്ക് ഡൺ വൺ ദ സിസ്റ്റം മൂവ്സ് ഫ്രം 1 to 2 ഈസ് നോട്ട് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തെർമോഡൈനാമിക്സിനകത്ത് ഏതൊരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ആ ഒരു പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുലാസ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലമാറ്റിക് പേപ്പറിനകത്ത് പ്രോബ്ലം ചെയ്യാൻ വന്നാലും ഈ ഇക്വേഷൻ ചിലപ്പോൾ റിയാലിറ്റിയിൽ ഇത് ക്വാസി സ്റ്റാറ്റിക് ആയിരിക്കത്തില്ല. പക്ഷേ വി ആർ കൺസിഡറിങ് ദ പ്രോസസ് ഈസ് ക്വാസി സ്റ്റാറ്റിക് ആൻഡ് വി ആർ അപ്ലൈയിങ് ദി ഇക്വേഷൻസ്. മനസ്സിലായോ? നമ്മളതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പി ഡി വി വർക്കിലെ ഫസ്റ്റ് വർക്കാണ് നമ്മൾ പി ഡി വി വർക്കിലെ ഫസ്റ്റ് വർക്ക് ഏതായിരുന്നു? പി ഡി വി വർക്കിലെ കോൺസ്റ്റന്റ് പറഞ്ഞോ. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ് പി ഡി വി വർക്കിലെ. അപ്പോൾ പി ഡി വി വർക്കിലെ ഫസ്റ്റ് നമ്മൾ 1 to 2 എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് പ്രഷർ കോൺസ്റ്റന്റ്. അപ്പോൾ പ്രഷറിനെ എനിക്ക് വെളി നിർത്താമല്ലോ. പ്രഷറിനെ വെളി നിർത്തിക്കൊണ്ട് V1 to V2 ഞാൻ ചെയ്യുമ്പോഴത്തേന് എന്ത് വരും? എന്ത് വരും? ഡി വി ഇസിക്കൽ ടു പി ഇൻറ്റു V2 മൈനസ് V1 എന്ന് കിട്ടും ആൻസർ. ആണല്ലോ, V1 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്ത ടൈപ്പ് നോക്കിക്കേ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് ആണെങ്കിൽ എന്ത് വരും?
കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആണെങ്കിലും ഫോർമുല ഇത് തന്നെ, പക്ഷേ കണ്ടീഷൻ എങ്ങനെ വരും? ഫോർമുല ഏത് തന്നെ വരും? ഫോർമുല ഏത് തന്നെ വരും? വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല ഏത് തന്നെ? വർക്ക് ഡൺ when the system moves from point 1 to 2 is equal to integral v1 to v2 p into dv. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം വരുമ്പോഴത്തേന് ഡി വിയുടെ വാല്യൂ എന്തായിപ്പോവും? കോൺസ്റ്റന്റ് വോളിയം ഡി വിയുടെ വാല്യൂ എന്തായിപ്പോവും? ഡി വിയുടെ വാല്യൂ എന്തായിപ്പോവും? കോൺസ്റ്റന്റ് വോളിയം അല്ലേ, ചേഞ്ച് ഇൻ വോളിയം എന്താവും? 0 ആയിപ്പോവും. അപ്പം വർക്ക് ഡൺ എന്തായിപ്പോവും? വർക്ക് ഡൺ എന്തായിപ്പോവും? വർക്ക് ഡൺ ബൈ സിസ്റ്റം when the system moves from 1 to 2 when it is കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്താവും? 0. വർക്ക് ഡൺ 0 ആയി പോകുന്നു അല്ലേ? ഇനി അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്തു നമ്മൾ പറഞ്ഞത്? പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് അല്ലേ? പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് അല്ലേ? പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് നമുക്ക് എന്ത് പറയാം? P1 V1 ഇസിക്കൽ ടു P2 V2 എന്ന് എഴുതിക്കൂടെ? പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാവോ? എഴുതാൻ പറ്റത്തില്ലേ? എഴുതാം. അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫോർമുല എന്തുവാ? വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്തുവാ? വർക്ക് ഡൺ when the system moves from process 1 to 2 is equal to integral v1 to v2 എന്താണ് p dv ആണോ? ഇൻ്റഗ്രൽ പി ഡി വിന് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഇനിഷ്യലി ഉള്ള ഞാനിവിടെ P1 V1 പറയും. പി വി ഇസിക്കൽ ടു P1 V1 എന്ന് എഴുതാമല്ലോ. ഇനിഷ്യൽ സ്റ്റേറ്റ് പിയും വ്യൂ ആണെന്നിരിക്കട്ടെ, ഫൈനൽ സ്റ്റേറ്റ് P1 V1 എന്നിരിക്കട്ടെ. ഇനിഷ്യലി ഉള്ളത് പി വി ഇസിക്കൽ ടു ദെൻ P1 V1 എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ പ്രഷറിന് എന്തിട്ട് കൊടുക്കാം? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് കൊടുക്കുന്നത്? V1 to V2 പ്രഷറിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ്. അതിനെ പി വി ഇസിക്കൽ ടു P1 V1 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷറിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്ത് കൊടുക്കാൻ പറ്റും? P1 V1 ബൈ വി ഇൻറ്റു ഡി വി എന്ന് കൊടുക്കാം. ആണോ? P1 V1 ബൈ വി ഇൻറ്റു ഡി വി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡി വി അല്ലേ? അപ്പം നമ്മൾ എന്ത് എടുക്കണം? ഡി വി വരുന്നതിനെ മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ പുറത്തെടുക്കണം. അപ്പോൾ എന്ത് വരും? ഈസിക്കൽ ടു P1 V1 പുറത്തെടുത്ത് ബാക്കി ഇൻ്റഗ്രൽ V1 to V2 ഡി വി ഡിവൈഡ് ബൈ വി എന്ന് എഴുതാവോ? ഇതിന്റെ ഫോർമുല എന്തുവാ? ഇന്റഗ്രൽ ഡി വി ബൈ വി എന്തുവാ? ഇന്റഗ്രൽ ഡി വി ബൈ ഡിയുടെ അതിന്റെ ആൻസർ എന്തുവാ? P1 V1 ln V2 ബൈ ln V. ln V അല്ലേ? അപ്പോൾ ലിമിറ്റ് എന്ത് കൊടുക്കണ്ടേ? V2 ലോഗ് വി നാച്ചുറൽ കൊടുക്കുക V1 ln V നാച്ചുറൽ ലോഗരിതം ഓഫ് V. അപ്പോൾ ലിമിറ്റ് എന്തുവാ വേണ്ടത്? ലിമിറ്റ് എന്തുവാ വേണ്ടേ? V2 മുതൽ V1. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. P1 V1 ln എന്താണ്? V2 മൈനസ് V1. അത് നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 ln V2 ബൈ V1 എഴുതിക്കൂടെ? ln V2 മൈനസ് ln V1 എന്ന് വരും കേട്ടോ. ln V2 മൈനസ് ln V1. ln V2 മൈനസ് ln V1 എന്തുവാ? ln V2 മൈനസ് ln V1 എന്തുവാ? ln V2 ബൈ V1 അല്ലേ?
ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രഷറിൻ്റെ ടേംസിൽ നമുക്ക് P1 V = P2 V2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് V2/V1 എന്ന് എങ്ങനെ എഴുതാം? P1 V1 = V2 V2 എന്ന് എടുത്തു കഴിഞ്ഞാൽ V2/V1 നമുക്ക് എങ്ങനെ എഴുതാം? P1/P2. അപ്പോൾ നമുക്ക് ഇവിടെ P1 V1 L1 P1/P2 ഇതാണ് നമ്മുടെ വർക്ക് ഡൺ എൻ്റെ സിസ്റ്റം. PV = കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ ആണിത്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ പറയാം. സിമ്പിളാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. നമ്മുടെ വർക്ക് ഡൺ PV = കോൺസ്റ്റൻറ്റ് എന്നെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോർമുല 1 to 2 ഇൻ്റഗ്രൽ V1 to V2 P dV എന്നാണ്. ഇവിടെ P ആയതുകൊണ്ട് ഞാൻ ഇതിനെ എങ്ങനെ എഴുതുന്നു? PV = P1 V1 എന്ന് എഴുതുന്നു. ഇവിടുന്ന് P = P1 V1 / V എന്ന് കൊടുക്കുന്നു. ഇത് ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് വർക്ക് ഡൺ 1 to 2 ഇൻ്റഗ്രൽ V1 to V2 Pന് പകരം P1 V1 / V dV കൊടുക്കുന്നു. ആണോ? അതിൻ്റെ അടുത്തത് P1 V1 വെളിയെടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ V1 to V2 dV / V എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ ആൻസർ P1 V1 ഇൻ്റഗ്രൽ dV / V എന്ന് പറയുമ്പോഴത്തേന് ln V വരും. ln V ലിമിറ്റ് V1 to V2 വരുന്നു. അപ്പോൾ P1 V1 ln V2 മൈനസ് ln V1 എന്ന് വരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 ln V2 / V1 എന്ന് എഴുതാം. ഈ V2/V1 എനിക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നിങ്ങൾക്ക് P1 V1 = P2 V2 എടുക്കുന്നു. അതിനകത്ത് V2/V1 = P1/P2 നമുക്ക് കിട്ടുന്നു. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വർക്ക് ഡൺ 1 to 2 P1 V1 ln P1/P2. ഇതാണ് വർക്ക് ഡൺ when the process moves from 1 to 2 in PV = കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? നിങ്ങൾ എഴുതിയോ? ഇത്ര എഴുതിയോ? ഈ ഡെറിവേഷൻ വരുമ്പോഴത്തേന് എൻ്റെ കൂടെ തന്നെ എഴുതി പോവാം. നോട്ട് എഴുതിയില്ലെങ്കിൽ ഡെറിവേഷൻ വരുമ്പോഴത്തേന് എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോയില്ലെങ്കിൽ ചുമ്മാ കണ്ടുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഡെറിവേഷൻ എന്ന് പറയുന്ന സാധനം എൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് എഴുതി പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? ഇതിനകത്ത് ഡെറിവേഷൻ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് നോട്ട് എഴുതി പോവുക. അല്ലെങ്കിൽ നല്ല കൂടെ പാടുപെടും. കൺഫ്യൂഷനാണ് സാധനങ്ങൾ. ടഫാന്നല്ല പറയുന്നത്, കൺഫ്യൂസിങ് ആണ്. ഒന്നുമായിട്ട് ഒരു ഡെറിവേഷനും അടുത്ത ഡെറിവേഷനും പറഞ്ഞ് നല്ല സിമിലാരിറ്റി ഉണ്ട്. നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൺഫ്യൂസിങ് ആവും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതും എല്ലാം തിരിഞ്ഞു പോകും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നിങ്ങളൊന്ന് പറഞ്ഞേ. അടുത്ത വർക്ക് എന്തുവാ? മൂന്നാമത്തെ PDV വർക്ക് എന്തുവാ? ഫോർത്ത് PDV വർക്ക് എന്തുവാ? ഫോർത്ത് PDV വർക്ക് എന്താണ്? PV/N = C. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. തനിയെ ചെയ്തേ. എല്ലാവരും ബുക്ക് എടുത്തൊന്ന് ചെയ്ത് ഞാനും ഹെൽപ്പ് ചെയ്യും കൂടെ. എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് പൊക്കെ. വർക്ക് ഡൺ സാധാരണ വർക്ക് എന്ന് പറയുമ്പോൾ 1 to 2 ഇൻ്റഗ്രൽ V1 to V2 ചെയ്യുന്നുണ്ടോ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. ഇതുവരെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയും നേരം കണ്ടില്ലേ? ഇത്രയും നേരം കണ്ടതേ ഇല്ലേ? ഞാൻ ഈ എഴുതിയതൊന്നും കണ്ടില്ലേ? ഈ എഴുതിയൊന്നും കണ്ടില്ലേ? ഇതൊന്നും കണ്ടില്ല? ഇത്ര എഴുതിയൊന്നും കണ്ടില്ല? കണ്ടോ ഇല്ലയോ എന്നാ ചോദിക്കുന്നത്.
ഇത് കണ്ടായിരുന്നു സാറേ. ഏ അത് കഴിഞ്ഞിട്ട് പുതിയത് പറയാൻ പോയപ്പോഴത്തേക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ. പി വി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ആണിത്. ഇത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് കണ്ടായിരുന്നു സാറേ. ഇത് കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തനിയെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഡെറിവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയായിരുന്നു? W1 to 2 ഇസിക്കൽ ടു V1 to V2 എന്താണ് എന്ന് പറഞ്ഞേ. എന്താണ് പറഞ്ഞേ? പറഞ്ഞേ എന്താണോ ഇതുപോലെ ഓർമ്മയില്ലേ? PDV. അപ്പം ഇവിടെയും പി അല്ലേ വേണ്ടേ? അപ്പം ഞാൻ ആദ്യമേ കുറച്ച് ഇങ്ങനെ എഴുതി വെക്കുക. PV(n) ഇസിക്കൽ ടു P1(v1) ഇസിക്കൽ ടു P2(v2) ഇസിക്കൽ ടു കോൺസ്റ്റന്റ്. കണ്ടോ, ഇങ്ങനെ അങ്ങ് എഴുതി വെക്കുക. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം നമുക്ക് എടുത്താൽ മതി. PV(n) ഇസിക്കൽ ടു പറഞ്ഞേ. PV(n) ഇസിക്കൽ ടു P1(v1) ഇസിക്കൽ ടു P2(v2) ഇസിക്കൽ ടു കോൺസ്റ്റന്റ്. നിങ്ങൾ ആദ്യമേ അങ്ങ് എഴുതി വെക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് നോക്കി പിന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തുവാ വേണ്ടത്? ആദ്യമേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്തിനാ? ആദ്യമേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്താ? ആദ്യമേ എന്തിനാ കൊടുക്കണ്ടേ? എന്തിനാ കൊടുക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ പിക്ക്. അപ്പോൾ ഇതിനകത്ത് ഏതെടുക്കണം? ഇത് രണ്ടെണ്ണം എടുക്കണം അല്ലേ? PV(n) ഇസിക്കൽ ടു കോൺസ്റ്റന്റ് ഇസിക്കൽ ടു P1(v1) എടുക്കണം. അപ്പോൾ പിക്ക് എന്തോ കിട്ടുന്നു? P1(v1) ഡിവൈഡ് ബൈ V(n) ആണോ? കിട്ടുമോ ഇങ്ങനെ? അപ്പോൾ ഇതെടുത്ത് എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു? ഇങ്ങോട്ട്. അപ്പോൾ എന്ത് കിട്ടുന്നു? 1 to 2 ഇസിക്കൽ ടു ഇൻ്റഗ്രൽ V1 to V2 ആണോ? പിക്ക് പകരം എന്തോ ഇട്ട് കൊടുക്കണം? പിക്ക് പകരം എന്തോ ഇട്ട് കൊടുക്കണം? നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിരുന്നതെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഞാൻ വീണ്ടും എത്ര തവണ വേണമെങ്കിലും പറയാം. പക്ഷെ മനസ്സിലായൊന്നുമില്ല, റെസ്പോണ്ട് ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. പിയുടെ വാല്യൂ എന്ത് ഇട്ട് കൊടുക്കണ്ടേ? അതെടുത്ത് ഇട്ട് കൊടുത്തേ. അതെടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും എന്ത് വരും? P1(v1) ഡിവൈഡ് ബൈ V(n) ഇൻറ്റു dV ആണോ? ഇപ്പം നമുക്ക് ഏത് മാത്രം അകത്ത് നിർത്തിയാൽ മതി? ഇതിനകത്ത് ഏത് മാത്രം അകത്ത് നിർത്തിയാൽ മതി? dV അല്ലേ? അപ്പോൾ V മാത്രം അകത്ത് നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം വെളിയെടുക്കണം. P1(v1) വെളിയിലെടുത്തു. അപ്പോൾ ബാക്കി ഇൻ്റഗ്രൽ V1 to V2 dV ഡിവൈഡ് ബൈ V(n) എന്ന് കൊടുക്കാവോ? dV ഡിവൈഡ് ബൈ V(n) എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇൻ്റഗ്രൽ 1/(x)n dxൻ്റെ ഫോമിൽ എന്തുവാ? ഇൻ്റഗ്രൽ 1/(x)n dxൻ്റെ ഫോമിൽ എന്തുവാ? അല്ലേ പോട്ടെ. x(n) dxൻ്റെ ഫോമിൽ എന്തുവാ? x(n) dxൻ്റെ ഫോമിൽ എന്തുവാ? അയ്യോ, അതുപോലും അറിയാൻ പറ്റുന്നതാണോ നമ്മളിവിടെ ഇരിക്കുന്നത്? x(n) ഇൻ്റഗ്രൽ x(n) dxൻ്റെ ഫോമിൽ എന്തുവാ? മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ?
ആണോ? raised to n plus 1 by n plus 1. എക്സ് റേസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി വൺ വി വൺ റേസ് ടു എൻ വി വൺ ടു വി ടു വി റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് എഴുതാവോ? വി റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് എഴുതാവോ? വി റേസ് ടു മൈനസ് എൻ ഡി വി എന്ന് എഴുതാവോ? ഓക്കെ, ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം പഠിച്ചിരുന്നാൽ മതി. അതുകൊണ്ടാണ്, പക്ഷെ ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നിങ്ങളൊന്ന് പറഞ്ഞേ, പി വൺ വി വൺ ടു എൻ, ഇതിന് ഇൻ്റഗ്രൽ എന്ത് വരും? വി റേസ് ടു മൈനസ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ മൈനസ് എൻ പ്ലസ് വൺ റേസ് ടു എന്ത് വരും? വി വൺ ടു വി ടു ആണോ? ഇങ്ങനെ വരത്തില്ലേ? ഇങ്ങനെ വരത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി വൺ വി വൺ റേസ് ടു എൻ, പിന്നെ വി ടു വൺ മൈനസ് എൻ മൈനസ് വി വൺ വൺ മൈനസ് എൻ. ഇങ്ങനെ എഴുതാവോ? ഡിവൈഡ് ബൈ വൺ മൈനസ് എൻ. ഇങ്ങനെ എഴുതാമോ? എഴുതാമോ? ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എൻ പ്ലസ് വണ്ണിന് എനിക്ക് വൺ മൈനസ് എൻ എന്ന് എഴുതാമല്ലോ. മൈനസ് എൻ പ്ലസ് എന്നിന് എനിക്ക് വൺ മൈനസ്, ഒരു 2 മിനിറ്റ് സമയം തരണേ. 1 2 ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം. ഒരു 2 പേരും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് മൈനസ് എൻ പ്ലസ് വണ്ണിന് വൺ മൈനസ് എൻ എന്ന് എഴുതാം. വി ടു ലിമിറ്റ് എടുക്കുമ്പോൾ വി ടു റേസ് ടു വൺ മൈനസ് എൻ, വി വൺ ലിമിറ്റ് എടുക്കുമ്പോൾ വി വൺ റേസ് ടു വൺ മൈനസ് എൻ, ബാക്കി താഴെയുള്ള മൈനസ് എൻ വൺ എൻ പ്ലസ് വണ്ണ് വൺ മൈനസ് എൻ എന്ന് എഴുതാം. ആണാവോ? എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് അകത്തോട്ട് കൊടുത്തേ. ഇത് മൾട്ടിപ്ലൈ അകത്തോട്ട് കൊടുത്തേ. പി വൺ വി വൺ റേസ് ടു എൻ വി ടു റേസ് ടു വൺ മൈനസ് എൻ മൈനസ് പി വൺ വി വൺ റേസ് ടു എൻ വി വൺ റേസ് ടു വൺ മൈനസ് എൻ ഡിവൈഡ് ബൈ വൺ മൈനസ് എൻ. ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? എല്ലാത്തിനും അകത്തോട്ട് കൊടുത്ത് ഇവിടെ എല്ലാം സെയിമാ. ഇവിടെ 1 1 1 സെയിമാ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ വി ടുവും ഇവിടെ 1ഉമാണ്. അപ്പോൾ നമുക്ക് വി ടുവിൻ്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വി ടുവിൻ്റെ ടൈമിലോട്ട് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? പി വൺ വി വൺ റേസ് ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഓൾറെഡി ഇനിഷ്യലി എഴുതി വെച്ചായിരുന്നു. പി വൺ വി വൺ റേസ് ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ എങ്ങനെ എഴുതാം? അതെ, ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ എഴുതാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇനി നമുക്ക് ഈ 2 എണ്ണം ഒന്ന് സിംപ്ലിഫൈ ചെയ്താലോ. ഈ വി ടു വി വൺ സിംപ്ലിഫൈ ചെയ്താലോ. പി ടു ഇൻറ്റു വി ടു ബേസ് അല്ലേ? അപ്പോൾ ബേസ് കോമണാ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എൻ പ്ലസ് വൺ മൈനസ് എൻ എന്ന് എഴുതി കൂടെ? മൈനസ് പി വൺ ഇൻറ്റു ബേസ് കോമൺ. അപ്പോൾ വി വൺ എൻ പ്ലസ് വൺ മൈനസ് എൻ എന്ന് എഴുതി കൂടെ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് എന്നും പ്ലസ് എന്നും വെട്ടിപ്പോവും. ഈ പ്ലസ് എന്നും മൈനസ് എന്നും വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും? P2 V2 minus P1 P2 V2 minus P1 V1 divided by 1 minus n എന്ന് എഴുതി കൂടെ? P2 V2 minus P1 V1 divided by 1 minus n എന്ന് എഴുതി കൂടാ? എഴുതാമല്ലോ. എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ വർക്ക് 1 1 to 2 = 2. ഇതിനകത്ത് ഞാൻ
P1 V1 കോമൺ എടുക്കാൻ പോവാം. അപ്പോൾ P1 V1 കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? P2 V2 ഡിവൈഡ് ബൈ P1 V1 മൈനസ് 1. അടിയിൽ ഇവിടെ 1 മൈനസ് n വരും. P1 V1 കോമൺ എടുക്കാൻ പോവാം. അപ്പോൾ P1 V1 കോമൺ എടുക്കുമ്പോഴത്തേന് ഇവിടെ P1 V1 ഇല്ല. അപ്പോൾ നമ്മൾ അടിയിൽ എന്തോ ഇട്ട് കൊടുക്കണം? അടിയിൽ എന്തോ ഇട്ട് കൊടുക്കണം? അടിയിൽ എന്തോ ഇട്ട് കൊടുക്കണം? P1 V1 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? എന്നിട്ട് -1 കൊടുക്കുന്നു. ആണോടാ? ഓക്കെ, ഇനി നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്ത് വൈൻഡപ്പ് ചെയ്യണം. അതായത് ഈ V2 ബൈ V1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. V2 ബൈ V1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് P1 V1 റേസ് ടു n ഇസിക്കൽ ടു P2 V2 റേസ് ടു n ആണ്. P1 V1 റേസ് ടു n എന്ന് പറയുമ്പോൾ P2 V2 റേസ് ടു n അല്ലേ? ആണോ? അപ്പോൾ അതിനകത്തുനിന്ന് V2 ബൈ V1 എങ്ങനെ എടുക്കാം? V2 ബൈ V1 V2 റേസ് ടു n ഡിവൈഡ് ബൈ V1 റേസ് ടു n ഇസിക്കൽ ടു P1 ബൈ P2 എന്ന് കൊടുക്കാമല്ലോ. V2 ബൈ V1 ഇസിക്കൽ ടു തീർന്നു കേട്ടോ, ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. V2 ബൈ V1 ഇസിക്കൽ ടു V2 റേസ് ടു n ഡിവൈഡ് ബൈ V1 റേസ് ടു n ഈക്വൽ ടു നമുക്ക് ഇത് എങ്ങനെ എടുക്കാം? P1 ഡിവൈഡ് ബൈ P2 എന്ന് കൊടുക്കാമല്ലോ. അതെ. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു V2 ബൈ V1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? V2 ബൈ V1 ഈക്വൽ ടു P1 ബൈ P2 റേസ് ടു 1 ബൈ n എന്ന് കൊടുക്കാമോ? കൊടുക്കാം. ഈ 1 n കൂടെ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? റേസ് ടു 1 ബൈ n വരത്തില്ലേ? ഇനി ഈ സാധനം നമ്മൾ തിരിച്ചിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? വർക്ക് ഡൺ ഫ്രം 1 to 2 ഇസിക്കൽ ടു P1 V1 ഡിവൈഡ് ബൈ 1 മൈനസ് n P2 ബൈ V1 അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് വരും? അത് വൈൻഡപ്പ് ആയിപ്പോയി, ക്ലോസ് ആയിപ്പോയി. ഓക്കെ, എന്തായാലും നമുക്ക്